ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് USS പരീക്ഷയ്ക്ക് വേണ്ടി പാരലൽ ലൈൻസ് എന്ന മാത്സിൻ്റെ രണ്ടാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗമാണ് പഠിക്കുന്നത്. ഇതിനു മുന്നേ ഈ പാഠത്തിൻ്റെ തന്നെ 2 പാർട്ട് കഴിഞ്ഞു ക്ലാസ്. ഇതിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പാർട്ട്, അതായത് അവസാനത്തെ പാർട്ടാണ്. ഏതാണ് പാഠം? പാരലൽ ലൈൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിതിൽ കുറേ ചോദ്യങ്ങൾ ചെയ്തു. ഇനിയിപ്പം അവസാനമുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ നമുക്ക് ചെയ്തു നോക്കാനുള്ളൂ. അത് നമുക്ക് നോക്കാം. നോക്കിയേ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പാഠമാണ് പാരലൽ ലൈൻസ്. നോക്ക്, ഫസ്റ്റ് ക്വസ്റ്റ്യനെ ആംഗിൾ POS. ഏതാണ് ആംഗിൾ POS? ഇത് P, ഇത് O, ഇത് S. അപ്പം ഇതാണ് POS. മനസ്സിലായില്ലേ? ആംഗിൾ POS ഈസ് 9 ടൈംസ് ആംഗിൾ SOQ. SOQ ഏതാണ്? ഇതാണ് SOQ. ഈ SOQവിൻ്റെ 9 ടൈംസ് ആണ് POS. അതായത് ഇത് 1 ആണെങ്കിൽ ഇത് 9 ആണ്. അതായത് ഇതിൻ്റെ 9 ഇരട്ടിയാണ് ഇത്. ഇത് ഒരെണ്ണമാണെങ്കിൽ ഇത് 9 എണ്ണം ഉണ്ട്. അപ്പം ആംഗിൾ SOQ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ആംഗിൾ POS എന്ന് പറയുന്നത് 9 ഉണ്ട്. ഇതിൻ്റെ 9 ഇരട്ടി ഉണ്ട്. അപ്പോൾ നോക്കിയേ, ഫൈൻഡ് ആംഗിൾ SOQ. SOQ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുക, PQ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പം ഇതിൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ടോട്ടൽ എത്രയാ? ഇങ്ങനെ റാ പോലെ ഫോം ചെയ്യുന്ന ആംഗിൾ ഏതാണ്? ടോട്ടൽ 180 ഡിഗ്രി. ഇനി ഇത് മൊത്തമാണേലോ, ഈ സർക്കിൾ പോലെ ഇരിക്കുവാണെങ്കിലോ, അത് 360 ഡിഗ്രി വരും. അപ്പോൾ ഇതിൻ്റെ പകുതി എത്രയാ? ഇത് ഇത്രയും 180 ഡിഗ്രി. അപ്പം ആംഗിൾ POS, അതായത് POS പ്ലസ് ആംഗിൾ SOQ, ഇത് കൂട്ടുമ്പോൾ എത്ര വരും? 180 ഡിഗ്രി. ഇത് മനസ്സിലായില്ലേ? ആംഗിൾ POS പ്ലസ് SOQ എത്ര വരും? 180 ഡിഗ്രി. നോക്കിയേ, ആംഗിൾ POS എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത് ആദ്യം? ആംഗിൾ POS എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? 9 ടൈംസ് SOQ ആണ്. SOQവിൻ്റെ 9 ടൈംസ് ആണ് POS. അപ്പം POSനെ നമുക്ക് 9 SOQ എന്ന് വിളിക്കാം. 9 SOQ പ്ലസ് ഈ ആംഗിൾ SOQ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഇത് 9 SOQ, ഇവിടെ ഒരു SOQ ഉണ്ടല്ലോ. അപ്പം ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ 10 SOQ വന്നില്ലേ? 10 ആംഗിൾ SOQ വന്നില്ലേ? അതാണല്ലോ 180 ഡിഗ്രി. അതായത് 10 ആംഗിൾ SOQ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും. ഈ 10 ആംഗിൾ SOQ അല്ലേ 180 ഡിഗ്രി. അപ്പം ഒരു ആംഗിൾ SOQ എന്ന് പറഞ്ഞാൽ എന്താകും? ഈ 180/10 18 ഡിഗ്രി വരും. മനസ്സിലായോ? 10 ആംഗിൾ SOQ ആണ് 180 ഡിഗ്രി. അപ്പം ഒരു SOQ എന്ന് പറഞ്ഞാൽ ഒരു SOQ എന്താണ്? 18 ഡിഗ്രി വരും. നമ്മൾക്ക് ചോദ്യം എന്താ? SOQ കണ്ടുപിടിക്കാനാണ്. അപ്പം POS എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 9 ഇരട്ടിയാണ്. അപ്പം ഇത് 9ഉം ഇത് ഒരു തവണയും മൊത്തം 10 എണ്ണം വരുമ്പോൾ 180 ഡിഗ്രി വരും. 10 ആംഗിൾ SOQ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പം ഒരു ആംഗിൾ SOQ എത്രയാണ്? 18 ഡിഗ്രി. മനസ്സിലായോ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്? ഇതുപോലെ തന്നെ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തായിരുന്നു. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ കണ്ടുപിടിക്കുന്നത്? ഇത് ഇത്രയും ഇതിൻ്റെ 9 ടൈംസ് ആണ്. ഇത് ഒരു ആംഗിൾ SOQ. അപ്പം മൊത്തം 10 ടൈംസ് ഉണ്ട്. അതായത് മൊത്തം 10 എണ്ണം ഉണ്ട് ഇതിൽ. അപ്പോൾ 10 ആംഗിളോട് കൂട്ടുമ്പോഴാണ് 180 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ബൈ 10 18 ഡിഗ്രി വരും. മനസ്സിലായില്ലേ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. SOQ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. മനസ്സിലായില്ലേ ഇത്? അടുത്ത നോക്കിക്കേ, PQRS ഈസ് എ സ്ക്വയർ. ഏതാണ് PQRS? PQRS സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. എല്ലാ ആംഗിൾസും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? സ്ക്വയറിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ അതിൽ ഫൈൻഡ് എക്സ് ഡിഗ്രി. എക്സ് എവിടെ? ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് എക്സ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ. മനസ്സിലായില്ലേ? എക്സ് ഡിഗ്രി. AP ആൻഡ് BQ ആർ പാരലൽ. എവിടെ AP? AP എന്ന് പറയുന്ന ഈ ലൈനും BQ എന്ന് പറയുന്ന ഇതും പാരലലാണ്. അത്ര മനസ്സിലായില്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഡിഗ്രി. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോക്കിക്കേ, ഇത് 90 ഡിഗ്രി അല്ലേ? പിന്നെ ഇത് 130 ഡിഗ്രിയാണെന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും 130 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഈ APQ ആംഗിൾ APQ എന്ന് പറയുന്ന ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടെ കൂട്ടുമ്പോൾ 180 അല്ലേ വരുന്നത്? എന്തുകൊണ്ടാണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ, പാരലൽ ലൈൻസ് അല്ലേ. അപ്പോൾ നോക്കിയേ, ആംഗിൾ APQ, അതായത് APQ ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് മൊത്തം കൂടി കൂട്ടുമ്പോൾ ഒരു സർക്കിൾ പോലെ വന്നില്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? മൊത്തം 360
ഡിഗ്രി. അതിൽ തന്നെ ഇത് ഇത്രയും 130 ഡിഗ്രി ആണ് ക്വസ്റ്റ്യനിലുണ്ട്, ഇത് ഇത്രയും 90 ഡിഗ്രി ആണ് നമുക്കറിയാം. അപ്പോൾ 360 ഡിഗ്രി മൈനസ് 130 പ്ലസ് 90 എത്ര വന്നു? 220. 360 മൈനസ് 220 140 ഡിഗ്രി വന്നു. എന്ത്? ആംഗിൾ എ പി ക്യു. ഇതാണ് 140 ഡിഗ്രി. ഇത് ഇത്രയും നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടേ? എക്സ് ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ പേരെന്താ? ബി പി ക്യു അല്ലെ പി ക്യു ബി എന്ന് പറയും. ആംഗിൾ ബി ക്യു പി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ഈ 140. അതായത് ഇവിടെ ഈ 140യും ഇതും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരത്തില്ലേ? എന്തുകൊണ്ടാ? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പം ഇത് 140 ആണെങ്കിൽ 180 മൈനസ് 140 40 ഡിഗ്രി വരും എക്സ്. മനസ്സിലായില്ലേ? ഈ എക്സ് എത്ര വരും? 40 ഡിഗ്രി. 40യും 140യും കൂടെ കൂടുമ്പോൾ 180 ഡിഗ്രി ആകും. അപ്പോൾ മനസ്സിലായില്ലേ ഇത് എങ്ങനെയാണ്? ഇത് പി ക്യു ആർ എസ് ഒരു സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇത് 130 തന്നിട്ടുണ്ട്, 130 90 കൂടെ കൂട്ടുമ്പോൾ 220 ഡിഗ്രി വന്നു. ഇത് മൊത്തം 360 ആയിരിക്കും. 360 മൈനസ് 220 ചെയ്താൽ 140 ഡിഗ്രി വന്നു. ഇത് പകുതി, ഇത് ഇത്രയും 140 ഡിഗ്രി. ഇത് 140 ഡിഗ്രി ആണെങ്കിൽ ഇതും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരും. 180 മൈനസ് 140 40 ഡിഗ്രി വന്നു. ഏത്? ഇതെത്രയാണ് വന്നിരിക്കുന്നത്? 40 ഡിഗ്രി. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് എക്സ് ഡിഗ്രിയാ. എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടുപിടിക്കേണ്ടത്. അത് എത്രയാ? 40 ഡിഗ്രി. അടുത്ത നോക്കിയേ, ഇതൊരു എളുപ്പമുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദി ആംഗിൾസ് വെൻ എ ലൈൻ ക്രോസസ് അനദർ ലൈൻ ഇസ് 90 ഡിഗ്രി. ഒരു ലൈൻ മറ്റൊരു ലൈനെ ക്രോസ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. എത്രയാണെന്നാണ്? 90 ഡിഗ്രി. ദെൻ വിച്ച് ഈസ് ട്രൂ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി? നോക്ക്, 4 ആംഗിൾസ് ആർ ഡിഫറെൻറ്റ്. 4 ആംഗിൾസും ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? അതായത് ഇങ്ങനൊരു ലൈനെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു ആംഗിൾ 90 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതെത്രയായിരിക്കും? ഇതും 90 ആയിരിക്കും. ഇതോ? അതും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് 4 ആംഗിൾസ് ആർ ഡിഫറെൻ്റ് എന്നാണ്. ഈ 4 ആംഗിൾസും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആണോ? അല്ലല്ലോ, എല്ലാം ഒരേപോലത്തെ അല്ലേ? അപ്പം ഡിഫറെൻ്റ് അല്ല. അപ്പം ഇത് തെറ്റാണ്. അടുത്ത നോക്കിയേ, 1 ആംഗിൾ ഈസ് 4 ടൈംസ് ദ അതർ. ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ മറ്റൊരെണ്ണത്തിൻ്റെ 4 ഇരട്ടിയാണെന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല. അപ്പം അതും തെറ്റാണ്. അടുത്ത ലാസ്റ്റത്തെ നോക്കിയേ, 1 ആംഗിൾ ഈസ് ട്വൈസ് ദ അതർ. ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ അടുത്തതിൻ്റെ ഇരട്ടിയാണെന്ന്. ആണോ? അതും അല്ല. പിന്നെ ഉള്ളത് ഏതാണ്? 4 ആംഗിൾസ് ആർ ഈക്വൽ. 4 ആംഗിൾസും ഈക്വൽ ആണെന്നാണ് പറയുന്നത് അല്ലേ? 4 ആംഗിൾസും ഈക്വൽ അല്ലേ? അതെ. അപ്പം ശരി ഉത്തരം ഏതാണ്? സി, ഓപ്ഷൻ സി. 4 ആംഗിൾസ് ആർ ഈക്വൽ ആണ് കറക്റ്റ്. അതെങ്ങനെയാണ് മനസ്സിലായത്? നോക്കിക്കേ, വൺ ഓഫ് ദ ആംഗിൾസ് വെൻ എ ലൈൻ ക്രോസസ് അനദർ ലൈൻ ഈസ് 90 ഡിഗ്രി എന്നാണ് പറയുന്നത്. ഒരു ലൈൻ മറ്റൊരു ലൈനെ ക്രോസ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു ആംഗിൾ 90 ആണെന്നാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായില്ലേ ഒരു ലൈനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കട്ട് ചെയ്തതെന്ന്. നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇതിൻ്റെ പേരെന്താണ്? ഇതാണ് പെർപെൻഡിക്കുലർ ലൈൻസ്. അപ്പോഴാണ് 90 ഡിഗ്രി ഫോം ചെയ്യുന്നത്. അപ്പം 90 ഡിഗ്രി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം പിന്നെ ബാക്കി എല്ലാം 90 തന്നെ ആയിരിക്കും. ഇതിങ്ങനെ ഒരു സ്ക്വയർ പോലെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? എളുപ്പമുള്ളൊരു ചോദ്യമല്ലേ? അടുത്ത നോക്കാം. നോക്കിക്കേ, ഫൈൻഡ് എ ബി സി. ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ട്രയാങ്കിളിൽ ഇതിനിപ്പോൾ ഞാൻ എ ബി സി എന്ന് തന്നെ പേര് കൊടുക്കാം. നോക്കൂ, എ ബി സി എന്ന് തന്നെ പേര് കൊടുത്തു. ഈ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഉള്ളിലത്തെ ഈ 3 ആംഗിൾസ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, ആംഗിൾ ബി ഈസ് ത്രൈസ് ആംഗിൾ സി. ആംഗിൾ സിയുടെ ത്രൈസ് ആണ് ബി. ത്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? 3 ടൈംസ് 3 ഇരട്ടി 3 ടൈംസ് ആണ് സി. 3 ടൈംസ് സി ആണ് ആംഗിൾ ബി. അതായത് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ത്രൈസ് ആംഗിൾ സി ആണ്. 3 ആംഗിൾ സി ആണ് ആംഗിൾ ബി. ആംഗിൾ എ ഈസ് ട്വൈസ് ആംഗിൾ ബി. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിയുടെ ട്വൈസ് ആണ്. ആംഗിൾ ബി എന്താ? 3 ആംഗിൾ സി അല്ലേ? അതിൻ്റെ ട്വൈസ് ആണ് ആംഗിൾ എ. അപ്പം 2 × 3 ആംഗിൾ സി, അതായത് 6 ആംഗിൾ സി ആണ് എ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എ ആംഗിൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസോട് കൂട്ടുമ്പോൾ എത്ര വരും? 180 ഡിഗ്രി അല്ലേ വരുന്നത് 3 കൂടെ കൂട്ടുമ്പോൾ. അപ്പോൾ ഇവിടെ നോക്കിയേ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എത്ര വന്നു? 180 ഡിഗ്രി.
അപ്പം ആംഗിൾ സി അതുപോലെ തന്നെ നമുക്കുണ്ട്. ആംഗിൾ സി. ആംഗിൾ ബി എന്താ? ത്രൈസ് ആംഗിൾ സി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആംഗിൾ സി ഇത് തന്നെ. ആംഗിൾ ബി എന്താ? ത്രൈസ് ആംഗിൾ സി, 3 ആംഗിൾ സി അല്ലേ? പ്ലസ് ആംഗിൾ എ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൈസ് ആംഗിൾ ബി. ആംഗിൾ ബിയുടെ ട്വൈസ്, അതായത് 3 ആംഗിൾ സി ഇൻറ്റു 2, 2 ഇൻറ്റു 3 ആംഗിൾ സി എത്രയാ? 6 ആംഗിൾ സി. ഇത് 6 ആംഗിൾ സി ആണ്. അപ്പോൾ നോക്കിയാൽ മൊത്തം എത്രയുണ്ട്? സി, 3C, 6C. അപ്പോൾ മൊത്തം 10 ആംഗിൾ സി ആണ് ഉള്ളത്. ഈ ട്രയാങ്കിൾ മുഴുവൻ എത്രയാണ്? 10 ആംഗിൾ സി ആണ്. അപ്പോൾ ഒരു ആംഗിൾ സി എത്ര വരും? ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരത്തില്ലേ? ഒരു ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 18 ഡിഗ്രി. നമുക്ക് ആംഗിൾ സി ആണോ കണ്ടുപിടിക്കണ്ടേ? അല്ല, ആംഗിൾ എ ആണ്. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എന്താ? 6 ആംഗിൾ സി അല്ലേ കിട്ടിയത്? അപ്പോൾ 6 ഇൻറ്റു 18 ഡിഗ്രി 108 ഡിഗ്രി. അതായത് 18 ഇൻറ്റു 6 108 ഡിഗ്രി വരും. മനസ്സിലായോ ഇതെങ്ങനെയാണെന്ന്? ഇതാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ചോദ്യം ഈ ഒരു ലെസണിൽ. അപ്പം ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ത്രൈസ് ആംഗിൾ സി ആണെന്ന് പറഞ്ഞു. അപ്പം ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 3 ആംഗിൾ സി. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ട്വൈസ് ആംഗിൾ ബി ആണ്. അപ്പം ആംഗിൾ എ ഈസ് ഈക്വൽ ടു ബി എന്താണ്? 3 ആംഗിൾ സി അല്ലേ? അതിൻ്റെ ട്വൈസ് ആണേ. അപ്പം 2 ഇൻറ്റു 3 ആംഗിൾ സി, അതായത് 6 ആംഗിൾ സി വരും. ആംഗിൾ സി അതുപോലെ തന്നെ. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് വരുന്നത്. അതായത് ആംഗിൾ സി പ്ലസ് 3 ആംഗിൾ സി പ്ലസ് 6 ആംഗിൾ സി ഈസ് ഈക്വൽ ടു 10 ആംഗിൾ സി. അപ്പോൾ എത്ര? 10 ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 18 ഡിഗ്രി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 6 ആംഗിൾ സി ആണ്. അപ്പം 18 ഡിഗ്രി ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 108 ഡിഗ്രി വരും. മനസ്സിലായില്ലേ? ഇത് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്നുകൂടെ നോക്കാം. ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം നമ്മൾ പാരലൽ ലൈൻസ് പഠിച്ചു. പാരലൽ ലൈൻസിൻ്റെ തന്നെ ഒരു സിമ്പിൾ, ഏറ്റവും എളുപ്പമുള്ളൊരു ചോദ്യം. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇതിൻ്റെ 9 ടൈംസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മൊത്തം 10 വരും. 10 എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. അപ്പം ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 18 ഡിഗ്രി. മനസ്സിലായില്ലേ? അടുത്ത നോക്കിയേ, സ്ക്വയർ. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും ഈക്വലും ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇത് 90 ഡിഗ്രിയാണ്, ഇത് 130 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് കിട്ടി 360 മൈനസ് 130 പ്ലസ് 90 ഡിഗ്രി, അതായത് 360 മൈനസ് 220 ഡിഗ്രി, 140 ഡിഗ്രി വന്നു. ഏത്? ഇതും ഇതുകൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരും. അപ്പോൾ ബി ക്യു പി എന്ന് പറഞ്ഞാൽ 180 മൈനസ് 140 ഡിഗ്രി 40 ഡിഗ്രി വരും. നമുക്ക് ഇതായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കിട്ടി 40 ഡിഗ്രി. എന്തുകൊണ്ടാണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. അടുത്ത നോക്കി, വൺ ഓഫ് ദ ആംഗിൾസ് വെൻ എ ലൈൻ ക്രോസസ് അണ്ടർ ലൈൻ 90 ഡിഗ്രിയാണ്. ഒരു ലൈൻ മറ്റൊരു ലൈനെ ക്രോസ് ചെയ്യുമ്പോൾ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കി എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, അഥവാ ബാക്കിയെല്ലാം 90 ഡിഗ്രി തന്നെ ആയിരിക്കും. അടുത്ത നോക്കി, ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ത്രൈസ് ആംഗിൾ സി ആണ്. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ട്വൈസ് ആംഗിൾ ബി ആണ്. അങ്ങനെയാണെങ്കിൽ എ കണ്ടുപിടിക്കാനാണ്. അപ്പം ആംഗിൾ സി പ്ലസ് ത്രൈസ് ആംഗിൾ സി പ്ലസ് അതിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ 6 ആംഗിൾ സി ഈസ് ഈക്വൽ ടു 10 ആംഗിൾ സി വരും. അത് മൊത്തം 180 ഡിഗ്രി. അങ്ങനെയാണ് ഒരു ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 18 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത് നോക്കണം. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 6 ആംഗിൾ സി ആണ്. അപ്പം 18 ഡിഗ്രി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 108 ഡിഗ്രി വരും ആംഗിൾ എ. അപ്പോൾ ആംഗിൾ എ എത്രയാണ്? 108 ഡിഗ്രി. ഇനി ആംഗിൾ സി ആണ് ചോദിച്ചതെങ്കിലോ, സി എന്തായിരുന്നു? 18 ഡിഗ്രി വരും. ഇനി ആംഗിൾ ബി ആണ് ചോദിച്ചതെങ്കിലോ, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ത്രൈസ് ആംഗിൾ സി അല്ലേ? അപ്പം 3 ഇൻറ്റു 18 ഡിഗ്രി വരും. മനസ്സിലായോ എങ്ങനെയാന്ന്? ഏത് ആംഗിൾ ചോദിച്ചാലും കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസനുമായിട്ട് കാണാം. ബൈ.